അത് പറയാനായിട്ട് പോകുന്നത് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്സ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന അമീറ്റർ ആണെങ്കിലും വോൾട്ട് മീറ്റർ ആണെങ്കിലും ഏത് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ്, അത് ഡി സിയിലാണോ എ സിയിലാണോ ഉപയോഗിക്കുന്നത്, അത് നമുക്കറിയത്തില്ല. എ സിയിലാണോ ഡി സിയിലാണോ ഉപയോഗിക്കുന്നതെന്നനുസരിച്ച് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സിനെ പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്നും മൂവിങ് അയേൺ ഇൻസ്ട്രുമെൻറ്റ്സ് എന്നും തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ രണ്ടെണ്ണമാണുള്ളത്. ഒന്ന് PMMC എന്ന് പറയുന്ന പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്സും രണ്ടാമത്തേത് ഡൈനാമോമീറ്റർ ടൈപ്പ് മൂവിങ് കോയിലുമാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒന്നാണ് പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്സ്. സോ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് DC കറണ്ട് ഓർ DC വോൾട്ടേജ്. നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പത്തിൽ പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ, അതിൻ്റെ അവസാനത്തെ സിയിലല്ലേ അവസാനിക്കുന്നത്, MCയിലല്ലേ. അപ്പോൾ MC ഈസ് ഫോർ DC. അതായത് പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് DC വോൾട്ടേജ് ഓർ DC കറണ്ട്. നമുക്ക് സ്റ്റഡി സ്റ്റേറ്റിലുള്ള ഒരു കറക്റ്റ് സൈൻ വേവ് ഒക്കെ വരികയാണെങ്കിൽ അത് നമുക്ക് AC എന്ന് പറയാം. കോൺസ്റ്റൻറ്റ് വാല്യൂ ഉള്ള DC വോൾട്ടേജോ കറണ്ടോ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ PMMC എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ അതിന് മെയിനായിട്ട് അതിൻ്റെ കൺസ്ട്രക്ഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഡയഗ്രാമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇതാക്കി കാണിക്കുന്നുണ്ട്. അതിന് മെയിനായിട്ട് വേണ്ടി വരുന്ന സംഭവങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് ഒരു മൂവിങ് കോയിൽ. അപ്പം ഈ മൂവിങ് കോയിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കൺസ്ട്രക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒന്നൊരു ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം ഉണ്ട്, ഒരു മാഗ്നറ്റ് സിസ്റ്റം ഉണ്ട്, ഒരു കൺട്രോൾ സ്പ്രിംഗ് ഉണ്ട്, ഡാമ്പിംഗ് സിസ്റ്റം ഉണ്ട്, പോയിൻ്റർ ആൻഡ് സ്കെയിലുണ്ട്. ഞാനിപ്പോൾ തൊട്ട് കാണിച്ചു തരാം. ഓരോ ഇതിനകത്ത് കാണിക്കാൻ പറ്റുന്നത്. അതായത് ഇതിനകത്തൊരു നോർത്ത് സൗത്ത് പോൾ കണ്ടോ, അതാണ് മാഗ്നറ്റിക് സിസ്റ്റം. ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു പോയിൻ്റർ അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അതാണ് അതിനകത്ത് ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം. ഇനി ഈ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്, അതായത് ഇതൊരു മീറ്ററിനകത്ത് കാണിക്കുന്ന, മീറ്ററിനകത്ത് നിങ്ങൾക്കറിയാം 0 തൊട്ട് 100 വരെ ഉള്ളതാണെങ്കിൽ ആ 100 വരെയുള്ള രേഖപ്പെടുത്തിയിട്ടുള്ള സ്കെയിൽ ഉണ്ടായിരിക്കും. സ്കെയിൽ മീൻസ് അത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പോർഷൻ ഉണ്ടാവും. അവിടെ നമ്മളെ പോയിൻ്റർ, ഒരു നീഡിൽ പോലത്തെ സംഭവം ഉണ്ടാവും. 0 തൊട്ട് 100 വരെ മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് അങ്ങ് മൂവ് ചെയ്താൽ പറ്റത്തില്ല, അതിനൊരു കൺട്രോൾ ഉണ്ടായിരിക്കണം. നമ്മൾ പറയുന്ന വാല്യൂ, നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ 50 വോൾട്ടാണ് വരുന്നതെങ്കിൽ 50 വോൾട്ട് തന്നെ അത് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കൺട്രോളിങ് സ്പ്രിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡാമ്പിംഗ് സിസ്റ്റമാണ്. അപ്പോൾ നമുക്കിത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂവിങ് കോയിലിൽ ഒരു കോപ്പർ വയറാണ് വിത്ത് മെനി ടേൺസ് ഓഫ് റെക്ടാങ്കുലർ അലുമിനിയം ഫോമർ. അപ്പോൾ ഇതിൻ്റെ ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു, നമ്മൾ വിചാരിക്കുക പഴയ സ്ലേറ്റ് ഉണ്ടല്ലോ, നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള എഴുതി പഠിക്കാൻ ഉപയോഗിച്ചിരുന്ന സ്ലേറ്റ്, അതുപോലത്തെ ഒരു ഫ്രെയിം നിങ്ങൾ വിചാരിക്കുക അലുമിനിയത്തിൻ്റെ. അതിനകത്ത് കോപ്പറിൻ്റെ കുറേ വയർ ചുറ്റി വെച്ചേക്കുക. അങ്ങനെ ചുറ്റി അതൊരു ഫ്രെയിം പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഈ അലുമിനിയം ഫോമർ അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ ഈ ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ആ ഫ്രെയിം ഉണ്ടല്ലോ, അത് ഒരു ജ്വൽഡ് ബിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, വളരെ തിന്നായിട്ടുള്ള ഒരു എന്താ പറയുക പോർഷൻ്റെ ഇൻ ബിറ്റ്വീനാണ് ഈ സ്ക്വയർ ഇത് വെച്ചിരിക്കുന്നത്. ഓക്കെ. The coil can move freely in the magnetic field produced by the permanent magnet system. ഒരു നോർത്ത് പോൾ സൗത്ത് പോൾ ഉണ്ട്, ഒരു മാഗ്നറ്റ് വെച്ചിരിക്കുകയാണ്, അതിന് ഇൻ ബിറ്റ്വീനാണ് ഈ റെക്ടാങ്കുലർ കോയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ പ്ലേസ് ചെയ്തിരിക്കുന്ന അതിനകത്ത് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളിപ്പോൾ 2 കഷ്ണം മാഗ്നറ്റ്, നമ്മളിപ്പോൾ കഷ്ണമാക്കേണ്ട ഒരു മാഗ്നറ്റ് വെച്ചാൽ അതിന് ഓൾറെഡി നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാവും. നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിയ എളുപ്പത്തിന് ഒരു നോർത്ത് പോളും സൗത്ത് പോളിന് പകരം 2 കഷ്ണം മാഗ്നറ്റ് വെച്ചു, അതിൻ്റെ നടുക്ക് ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു ഫ്രെയിം വെച്ചിട്ട് അത് നമുക്ക് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇനി കറണ്ടോ വോൾട്ടേജ് ഏതാണ് നമുക്ക് കടത്തി വിടേണ്ടത്, അത് ഈ ഒരു കോയിലിനകത്തൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ. അപ്പം കോയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫോഴ്സാണ്, മാഗ്നറ്റിക് വിസിനിറ്റി ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡാണ്. അതിനകത്തിരിക്കുന്ന ഒരു ചാർജ് ക്യാരിങ് കണ്ടക്ടറിന് ഒരു പർട്ടിക്കുലർ ഫോഴ്സ് ഉണ്ടാവുമെന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇനി മാഗ്നറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു സിമ്പിൾ യു ഷേപ്ഡ് ആയിട്ടുള്ള പെർമനൻറ്റ് മാഗ്നറ്റ് ആണ്. അത് അൽനിക്കോ കൊണ്ടോ അല്ലെങ്കിൽ അൽക്കോമാക്സ് കൊണ്ടോ ഉണ്ടാക്കിയിരിക്കുന്നതായിരിക്കും. ഇതിന് ഒരു ഹൈ കൊഹേഴ്സീവ് ഫോഴ്സ് ഉണ്ടായിരിക്കണം.
അതിൻ്റെ ഏകദേശം ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 0.1 തൊട്ട് 1 Wb/m² ആയിരിക്കണം. ഇനി കൺട്രോൾ സ്പ്രിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 2 കൺട്രോൾ സ്പ്രിംഗ് ഉണ്ട്. ഈ ജ്വൽ ബിയറിംഗ് എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക, ജസ്റ്റ് ഒരു ബെയറിംഗ് പോലെ കൊടുത്തിരിക്കുന്നതാണ്. അതിനകത്ത് 2 അപ്പർ കൺട്രോൾ സ്പ്രിംഗും ഉണ്ട്, ഒരു ലോവർ കൺട്രോൾ സ്പ്രിംഗും ഉണ്ട്. അപ്പോൾ സ്പ്രിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഡാമ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അലുമിനിയം ഫോമർ മാഗ്നറ്റിക് ഫീൽഡിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് കൊണ്ട് ഇതിനകത്ത് നമുക്കറിയാം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്താൽ അതിനകത്ത് ഒരു EMF ഉണ്ടായിരിക്കും. ഈ EMF EMF കൊണ്ട് ഒരു എഡി കറണ്ട് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അലുമിനിയം ഫോമർ റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പോൾ അവിടെ ഒരു EMF ഉണ്ടാവും. ഈ EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൊട്ടേഷനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ഓപ്പോസിറ്റ് ആയിട്ടൊരു ഫോഴ്സിനെ ഉണ്ടാക്കും. അതിനാണ് ഡാമ്പിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. അടുത്ത അറേഞ്ച്മെൻറ്റ് പോയിൻ്റർ സ്കെയിലാണ്. പോയിൻ്റർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഒരു സ്പിൻഡിലിനകത്ത്, അതായത് ഇതിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ഷാഫ്റ്റ് പോലത്തെ ഒരു സാധനം, അതിനകത്തുനിന്ന് ഒരു പോയിൻ്റർ അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ പോയിൻ്ററാണ് നമ്മുടെ ഈ വരുന്ന കറണ്ടിൻ്റെ അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെ ലെവൽ അനുസരിച്ച് ഏത് റീഡിംഗ് ആണ് കാണിക്കേണ്ടതെന്ന് മനസ്സിലാവുന്നത്. ഇനി അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നമുക്ക് പറയാം. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഏത് വോൾട്ടേജ് ആണോ അല്ലെങ്കിൽ കറണ്ട് ആണോ മെഷർ ചെയ്യേണ്ടത് അത് ഇതിൻ്റെ മൂവിങ് കോയിലിലോട്ട് കൊടുക്കും. അങ്ങനെ മൂവിങ് കോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് അവിടെ മൂവിങ് കോയിൽ ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന മൂവിങ് കോയിലിന് ഒരു ടോർക്ക് ഉണ്ടാവും. ടോർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ്, അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഫ്രെയിം റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനോട് ഈ റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്ടിനോട് ചേർന്നാണ് നമ്മൾ പോയിൻ്റർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പോയിൻ്റർ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആ റൊട്ടേഷൻ്റെ സ്പീഡ് അനുസരിച്ച് പോയിൻ്റർ 0യിൽ നിന്ന് പല വാല്യൂവിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇനി സപ്പോസ് നമ്മൾ കൊടുക്കുക DC കറണ്ട് +5 കൊടുക്കാം -5 കൊടുക്കാം. പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇത് തന്നെ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും വരുന്നത്. അപ്പോൾ മെക്കാനിക്കൽ സ്റ്റോപ്പർ ഡസ് നോട്ട് അലൗ ഡിഫ്ലക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതുകൊണ്ട് പൊളാരിറ്റി നമ്മൾ കറക്റ്റായിട്ട്, ഇപ്പോൾ പൊളാരിറ്റി ചേഞ്ച് ചെയ്താണ് കൊടുക്കുന്നതെങ്കിൽ +5ന് പകരം -5 ആണ് വരുന്നതെങ്കിൽ +5ന് പകരം -5 ആണ് വരുന്നതെങ്കിൽ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് മെക്കാനിക്കൽ സ്റ്റോപ്പേഴ്സ് ഈ ഡിഫ്ലക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ ഡിഫ്ലക്ഷൻ അനുവദിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഇപ്പം നമ്മളിപ്പോൾ AC ആണ് കൊടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ ചിലപ്പോൾ ചില എക്സാമ്പിൾക്ക് ചോദിക്കാറുണ്ട് ഒരു മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റിലേക്ക് ഒരു AC കടത്തി വിട്ടാൽ എന്ത് സംഭവിക്കുന്നു. അപ്പോൾ AC ആണ് കൊടുക്കുന്നതെങ്കിൽ റിവേഴ്സിങ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിവേഴ്സിങ് ടോർക്കിന് കണ്ടിന്യൂസ് ഡിഫ്ലക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കില്ല. അതായത് ഒരു സൈൻ വേവ് എന്ന് പറഞ്ഞാൽ അതിനൊരു പോസിറ്റീവ് ഹാഫും ഉണ്ടാവും നെഗറ്റീവ് ഹാഫും ഉണ്ടാവും. അപ്പോൾ ഈ പോസിറ്റീവ് ഹാഫിലും നെഗറ്റീവ് ഹാഫിലും കൂടെ ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ 2 തരത്തിലുള്ള ടോർക്ക് ഉണ്ടാകുമ്പോൾ ഇതിന് ഡിഫ്ലക്ഷൻ നമ്മുടെ പോയിൻ്ററിനെ മാറ്റി, അതായത് ഒരു 0യിൽ നിന്ന് മാറ്റുന്ന ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇനി അതിൻ്റെ ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഇക്വേഷനാണ് നമുക്കറിയാം, നിങ്ങളിത് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒരു മാഗ്നറ്റിക് ഫീൽഡിലിരിക്കുന്ന ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ BIL × N × sin θ. അപ്പോൾ N ബിൽ എന്ന് പഠിച്ചാൽ മതി, N ബിൽ sin θ. അതിൽ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോയിൽസ്, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ, B മാഗ്നറ്റിക് പ്ലസ് ഡെൻസിറ്റി, LB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ലെങ്ത് ഓഫ് സൈഡ്, ദെൻ കറണ്ട് ത്രൂ കാരിയർ ആണ് I എന്ന് പറയുന്നത്. അപ്പം ഫീൽഡ് ഈസ് റേഡിയൽ, സോ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. റേഡിയലിലാണ് നമ്മൾ ഇത് കറങ്ങുന്നത്. അപ്പം തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ sin 90 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ NBIL ആവും, NBIL ആവും. ഇനി ടോർക്ക്, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ NBIL ഇൻറ്റു നമുക്ക് വേണ്ടത് NBI × L ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞിട്ട് എത്ര ഡിസ്റ്റൻസാണ് അതിൻ്റെ വിത്തിൻ്റെ, അപ്പോൾ B കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ NBIA. അപ്പോൾ ഈ L × B എന്നുള്ളതിനെ നമ്മൾ ഏരിയ ആക്കി കൊടുത്തേക്കുന്നു. അപ്പോൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം N ഉം B യും A യും ഒക്കെ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട്. അപ്പോൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കറണ്ടിന് പ്രൊപ്പോർഷണൽ ആണ്. കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയുന്നത് അതിൻ്റെ ആംഗുലർ മൂവ്മെൻറ്റിന് പ്രൊപ്പോർഷനാണ്. അപ്പോൾ ഒരു എന്താ പറയുക, സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിൽ, അതായത് ഇതിൻ്റെ പോയിൻ്റർ, ഇപ്പോൾ അമീറ്റർ ആയാലും വോൾട്ട് മീറ്റർ ആയാലും അതിൻ്റെ ആ പോയിൻ്റർ ഉണ്ടല്ലോ, അതിൻ്റെ നീഡിൽ ഒരു സ്ഥലത്ത് നിൽക്കണമെങ്കിൽ കൺട്രോളിംഗ് ടോർക്കും ഡിഫ്ലക്റ്റിംഗ് ടോർക്കും ഈക്വൽ ആയിരിക്കണം. ഈ കൺട്രോളിംഗ് ടോർക്ക് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ.
ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ 0-ലിരിക്കുന്ന സംഭവത്തിന് നീഡിലിനെ ഏതെങ്കിലും വാല്യൂവിലേക്ക് ചലിപ്പിക്കാനായിട്ട് നമ്മൾ എത്രത്തോളം ഫോഴ്സ് കൊടുക്കണം, അതാണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. ഇനി കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് വാല്യൂ ആണ്, ഇപ്പോൾ 10 ആംപിയറാണ് കാണിക്കുന്നതെങ്കിൽ ആ 10ലേക്ക് ഇതിനെ ഫിക്സ് ചെയ്ത് വെക്കുന്ന കൺട്രോളിംഗ് ഫോഴ്സിനെയാണ് കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കൺട്രോളിംഗ് ടോർക്കും ഡിഫ്ലക്റ്റിംഗ് ടോർക്കും നമ്മൾ ഒരു സാധനത്തിനെ മൂവ് ചെയ്യിക്കാൻ എടുക്കുന്ന ഫോഴ്സും അതിനെ കൺട്രോൾ ചെയ്യാൻ എടുക്കുന്ന ഫോഴ്സും ഈക്വലായി എന്ത് സംഭവിക്കുക, അത് അനങ്ങാതെ ഒരു സ്ഥലത്ത് നിൽക്കത്തില്ലേ, അത്രയേ ഉള്ളൂ ഇതിൻ്റെയും പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിൽ TD = TC ആയിരിക്കും, അതായത് GI = K തീറ്റ. അപ്പോൾ അതിന് തീറ്റ നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ G/K × I എന്ന് കിട്ടും. അപ്പോൾ അതായത് ഡിഫ്ലക്ഷൻ, ഈ നീഡിലിനുണ്ടാകുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അതിനകത്തൂടെ പോകുന്ന കറണ്ടിന് തുല്യമായിരിക്കും. തുല്യം മീൻസ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ഇനി PMMCയുടെ കുറച്ച് എറേഴ്സാണ്. ഫ്രിക്ഷണൽ എറർ ഉണ്ടാവാം, ടെമ്പറേച്ചർ എറർ ഉണ്ടാവാം, പിന്നെ മാഗ്നറ്റ് വീക്കൻ ആവുന്നത് കൊണ്ടുള്ള എറർ ഉണ്ടാകാം, പിന്നെ സ്ട്രേ മാഗ്നറ്റിക് എഫക്റ്റ് കൊണ്ടുള്ളതും ഉണ്ടാവും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ യൂണിഫോം ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഇൻസ്ട്രുമെൻറ്റ് ഞാൻ കാണിച്ചു തരാം. DC മീറ്റേഴ്സ് എല്ലാം 0 തൊട്ട് തുടങ്ങുകയാണെങ്കിൽ 5 വോൾട്ടിൻ്റെ അല്ലെങ്കിൽ 5 ആംപിയറിൻ്റെ ആണെങ്കിൽ 0, 1, 2, 3, 4, 5 അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ 0ക്കും 1നും ഇടയിലുള്ള ഓരോ സ്കെയിലും കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂണിഫോം സ്കെയിലിംഗ് ആണ്. പിന്നെ പവർ കൺസംഷൻ ലോ ആണ്. ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ ഹൈ ആയിരിക്കും. ഇനി ഇതിൻ്റെ ഡാമ്പിംഗ് റിലയബിൾ ആണ്, ഹിസ്റ്റെറിസിസ് ലോസ് ഉണ്ടാകുന്നില്ല. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ പറ്റത്തില്ല. MC ഫോർ DC, അത് നിങ്ങൾ ഓർത്ത് വെക്കണം. MC ഫോർ DC, മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഈസ് ഓൺലി യൂസ്ഡ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് DC, നോട്ട് ഫോർ AC. AC മെഷർ ചെയ്യാനേ പറ്റത്തില്ല. പിന്നെ ഇതിന് കുറച്ച് കോസ്റ്റ്ലി ആണ്. എറർ ഡ്യൂ ടു ഏജിങ് ഓഫ് മാഗ്നറ്റ്സ് കുറേ വർഷങ്ങൾ ഉപയോഗിക്കുമ്പോഴത്തേന് അതിൻ്റെ എബിലിറ്റി പോവും. പിന്നെ ഫ്രിക്ഷൻ ആൻഡ് ടെമ്പറേച്ചർ പ്രഷർ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ PMMCയിലുള്ളത്. അപ്പോൾ PMMC എന്താണെന്ന് നമുക്കറിയാം. പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് DC ആണ്. ഇറ്റ് ക്യാൻ മെഷർ ഐദർ വോൾട്ടേജ് ഓർ കറണ്ട് ആണ്. അതിൻ്റെ പ്രിൻസിപ്പിൾ, അതിൽ എന്തൊക്കെ പാർട്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിനകത്തായിട്ട് ഒരു ഡിഫ്ലക്റ്റിംഗ്, മാഗ്നറ്റിക്, കൺട്രോളിംഗ്, ഡാമ്പിംഗ് ആൻഡ് പോയിൻ്റർ സ്കെയിൽ അറേഞ്ച്മെൻ്റ് ഉണ്ട്. അതൊക്കെ ഓരോന്ന് എന്താണെന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഓപ്പറേഷൻ, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നിൽക്കുമ്പോൾ അതിനൊരു പർട്ടിക്കുലർ ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് ഉപയോഗിച്ചിട്ട്, ആ ഫോഴ്സ് എന്ന് പറയുന്നത് ആ പോയിൻ്ററിനെ ഡിഫ്ലക്റ്റ് ചെയ്യിക്കാൻ ക്യാപ്പബിൾ ആണ്. ഇനി അതിൻ്റെ 2 എൻഡിലായിട്ട് സ്പ്രിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. ആ സ്പ്രിങ്ങുകൾ എന്ന് പറഞ്ഞാൽ ഇതിനെ കറക്റ്റ് കൺട്രോൾ ചെയ്ത് നമ്മുടെ കറക്റ്റ് വാല്യൂവിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ, ഈ 2 ഇക്വേഷൻ, ഫോഴ്സ് NBIL-ഉം ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് NBIA-യും കൺട്രോളിംഗ് ടോർക്ക് K-തീറ്റയും. സ്റ്റഡി കണ്ടീഷനിൽ TD = TC ആയിരിക്കണം, GI = K തീറ്റ. അപ്പോൾ തീറ്റ G/K × I. അതിൻ്റെ അർത്ഥം തീറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കുക, ഡയഗ്രാം വരയ്ക്കുക. പിന്നെ എറേഴ്സും അഡ്വാൻറ്റേജസും, 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയത് അതിനൊരു 2 or 3 അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കൂടെ എഴുതാൻ നോക്കാം. ഓക്കെ.